ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അതെ, അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എന്താണ്, ലിവിംഗ് എക്സ്പെൻസസ് ഇൻ UAE. യെസ്, നമ്മുടെ ഈ UAEയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ചെലവുകൾ എന്തൊക്കെയാന്നുള്ളതാണ്, ഒരു മാസത്തെ ചെലവുകൾ എന്തൊക്കെയാന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഇന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് കുറേ ഫ്രണ്ട്സ് ആയാലും എൻ്റെ കുറേ ജൂനിയേഴ്സ് ആയാലും കസിൻസ് ആയാലും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ ഒരു ദുബായിലേക്ക് ജോലിക്ക് വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ താമസിക്കാനുള്ള ചെലവ് എന്തൊക്കെയാണ്, എക്സ്പെൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചാൽ, ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ചെലവ്, ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു മാസത്തെ ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ചെലവാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. പക്ക ആക്യുറേറ്റ് അല്ല, എന്നാലും ചെറിയൊരു ഐഡിയ ആണ് നമ്മൾ തരുന്നത്. അത് കുറച്ചു പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അടിപൊളി. ഞങ്ങൾ രണ്ടുപേരും ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവള് ബർഷ സൈഡിലും ഞാൻ ശരിക്കും ദുബായിലാണ്, ഞാൻ അലൈൻ സൈഡിൽ നീങ്ങിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ദുബായ് ഷാർജ ബോർഡറിലാണ് താമസിക്കുന്നത്. അൽനാദ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ നമ്മുടെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഇപ്പൊ ദുബായ് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഷാർജയിൽ ഇച്ചിരി കുറവാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. ഞങ്ങൾ പറയുന്ന എക്സ്പെൻസസിൽ ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. ഞങ്ങൾ ഇന്ന് പറയുന്നത് ഞങ്ങൾ ഷാർജയിലുള്ള എക്സ്പെൻസ്, ഞങ്ങളുടെ ഈ അൽനാദ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസിനെ പറ്റിയിട്ടാണ്. ഇത് ഓരോ സ്ഥലത്തും വേരി ചെയ്തുകൊണ്ടിരിക്കും. വ്യത്യാസം ഉണ്ടാവും, എല്ലാ സ്ഥലങ്ങളും വ്യത്യാസം. ഞങ്ങൾ ജസ്റ്റ് ഒരു ചെറിയൊരു ബേസിക് ഐഡിയ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ദുബായിൽ അല്ലെങ്കിൽ ഷാർജയിൽ വരുന്ന ഒരാൾക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് താമസിക്കാനായിട്ടുള്ള ഒരു സ്ഥലം. അപ്പൊ ബാച്ചിലർ ആയിട്ട് വരുന്നവർക്കും കപ്പിൾസ് ആയി വരുന്നവർക്കും ഇവിടെ പല ഓപ്ഷൻസും കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഈ ദുബായിൽ അല്ലെങ്കിൽ എല്ലാ GCC കൺട്രീസിലും പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഒറ്റയ്ക്ക് വരുന്ന ഒരാൾ, അതായത് ബാച്ചിലർ ആയിട്ട് വരുന്ന ഒരാൾക്ക് നമുക്ക് റൂം സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. റൂം സ്പേസ് അങ്ങനെയല്ല, അതായത് ബെഡ് സ്പേസ് എടുക്കാം, അല്ലെങ്കിൽ പാർട്ടീഷൻ എടുക്കാം, അല്ലെങ്കിൽ സിംഗിൾ റൂമായിട്ട് എടുക്കാം, പല രീതിയിൽ എടുക്കാം. അപ്പൊ ബെഡ് സ്പേസ് എന്ന് പറയുമ്പോ ഒരു റൂമില് 4-5 പേരുണ്ടാവും. പക്ഷെ അവർക്ക് കോമൺ ബാത്റൂം ആയിരിക്കും, കോമൺ കിച്ചൺ ആയിരിക്കും, എല്ലാം കോമൺ ആയിരിക്കും. പക്ഷെ ഈ ഒരു റൂം 4-5 പേര് ഷെയർ ചെയ്യും. അപ്പൊ അവർക്ക് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 600 ദറംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 13,000 സ്റ്റാർട്ടിംഗ് ആണ്. 600 ദറംസ് അല്ലെങ്കിൽ 13,000 രൂപ ആണ് നമുക്ക് അവർക്ക് ഒരു റൂമില് 4-5 പേരുള്ള റൂമില് ഒരു ബെഡിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി അടുത്തത് പറയുന്നത് കപ്പിൾസ്. ഒരു കപ്പിള് ദുബായിലേക്ക് വരികയാണ് അല്ലെങ്കിൽ ഷാർജയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 3 ഓപ്ഷൻസ് ആണ് അവർക്ക് താമസിക്കാനായിട്ട് കിട്ടുക. ഒന്ന് എന്താ, റൂം സ്പേസ് നോക്കാം, 1 BHK നോക്കാം, അല്ലെങ്കിൽ സ്റ്റുഡിയോ ആയിട്ട് നോക്കാം. 3 ഓപ്ഷൻസ് ആണ് അവർക്കുള്ളത്. ഫസ്റ്റ് നമുക്ക് റൂം സ്പേസിനെ പറ്റി പറയാം. റൂം സ്പേസ് എന്ന് പറഞ്ഞാല് ഒരു 1 BHK അല്ലെങ്കിൽ 2 BHKന്റെ ഉള്ളില് ഒരു റൂം മാത്രം നമുക്ക് കിട്ടും. ആ റൂമില് അറ്റാച്ച്ഡ് ബാത്റൂം ആയിരിക്കാം, അറ്റാച്ച്ഡ് അല്ലായിരിക്കാം, അതിനൊക്കെ പല പല റേറ്റ് ആണ്. ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടായിരിക്കും എന്തുള്ളത്, കിച്ചൺ ഉള്ളത്. കോമൺ കിച്ചൺ ആയിരിക്കും. ഇപ്പൊ ആ ഫ്ലാറ്റിൽ 3-4 റൂം ഉണ്ടെങ്കിൽ ആ 4 റൂമിനും ഒരു കിച്ചൺ ആയിരിക്കും ഉണ്ടാവുക. അതിന് അപ്രോക്സിമേറ്റ്ലി എത്ര വരും? അതിന് അപ്രോക്സിമേറ്റ്ലി മിനിമം 1,800 ദിർഹംസ് അല്ലെങ്കിൽ 2,000 ദിർഹംസിന്റെ ഉള്ളിലാണ് സ്റ്റാർട്ടിങ് മന്ത്ലി വരുന്നത്. നമുക്കുള്ളത് സ്റ്റുഡിയോ റൂമുകളാണ്. സ്റ്റുഡിയോ റൂം എന്ന് പറഞ്ഞാൽ നീളുന്ന ഒറ്റ റൂം, ആ റൂമിൽ തന്നെ ആയിരിക്കും ഹാള്, ബാത്റൂം മാത്രം സെപ്പറേറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. നമ്മൾ ഡോർ തുറന്ന് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ബാത്റൂം അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ബാത്റൂം ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ നീളുന്ന ഹാൾ തന്നെയാണ് നമ്മുടെ റൂം എല്ലാം കാര്യങ്ങളും. അങ്ങനത്തെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിന് ഇവിടെ കിച്ചൺ ഓപ്പൺ ആയിരിക്കും. കിച്ചൺ ഓപ്പൺ ആയിരിക്കും. ചില സ്ഥലങ്ങളിൽ റയർ ആയിട്ട് മാത്രം കിച്ചൺ അവർ ചെറിയൊരു ക്ലോസ്ഡ് ടൈപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ കിച്ചണും ബെഡ്റൂമും ഒരുമിച്ചായിരിക്കും. അതെ, അങ്ങനത്തെ സ്ഥലങ്ങൾക്ക് ഇപ്പൊ ഒരു മാസത്തില് മിനിമം നമുക്ക് 2,000 to 2,200 വരെ ദറംസ് വരെ പറയാം. നമ്മളിപ്പോ ഇത്ര നേരം പറഞ്ഞത് ഒരു റൂം സ്പേസിനെ പറ്റിയിട്ടും സ്റ്റുഡിയോനെ പറ്റിയിട്ടാണ്. ഇവർക്ക് ഈ രണ്ടെണ്ണം എടുക്കുന്നവർക്ക് മന്ത്ലി റെന്റിന്റെ ഒപ്പം നെറ്റ് ബില്ല്, കറണ്ട് ബില്ല്, വാട്ടറിന്റെ ബില്ല്, ഗ്യാസിന്റെ ബില്ല് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് അവരുടെ റെന്റ് വരുന്നത്. അവർക്ക് സ്പെഷ്യൽ ആയിട്ട് വേറെ സെപ്പറേറ്റ് കാശ് അതിന് കൊടുക്കേണ്ടി വരില്ല, എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇതില്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ചെലവാണ്. അതായത് ഞങ്ങൾ ഇവിടെ ഷാർജയിൽ അൽനാദയിൽ ഞങ്ങൾ എടുത്തിരിക്കുന്നത് 1 BHK ആണ്. 1 BHK എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഒരു ഹാള്, ഒരു ബെഡ്റൂം, ഒരു ബാത്റൂം, ഒരു കിച്ചൺ, ഒരു ബാൽക്കണി. ഇതില് ബാത്റൂം 2 ബാത്റൂമുള്ള 1 BHK ഉണ്ട്, ബാൽക്കണി ഉള്ളതുകൊണ്ട് ബാൽക്കണി ഇല്ലാത്ത 1 BHK ഉണ്ട്. ഞങ്ങൾക്ക് ഇതെല്ലാം ഓരോന്നുള്ള ഒരു 1 BHK ആണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു 1 BHKക്ക് ഞങ്ങൾക്ക് ഒരു മന്തിൽ വരുന്ന ചെലവാണ് മിസിഡ പറയുന്നത്. അതായത് നമ്മൾ 1 BHK എടുക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഇയർലി ആയിട്ടാണ് എടുക്കുക. ഇയർലി ഇപ്പൊ നമ്മുടെ സ്വന്തം പേരിൽ എടുക്കുന്നത്. നമുക്കത് മാസത്തേക്ക് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് മാസം റെന്റ് വരുന്നത്, വീടിന് മാത്രം വരുന്നത് 1,500 ദിർഹംസ് മാത്രം വീടിന് റെന്റ് വരും. പിന്നെ നമുക്ക് കറണ്ട് ബില്ല് വരും.
കറണ്ട് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് വെള്ളം മാത്രം എല്ലാം കൂടിയിട്ട് നമുക്ക് മിനിമം നമുക്ക് 400 ദിർഹംസോളം നമുക്ക് വരും. പിന്നെ കുടിക്കാനുള്ള വെള്ളം സെപ്പറേറ്റ് നമ്മൾ വാങ്ങുന്നത് അതിന് മാക്സിമം നമുക്ക് ഒരു 100 ദിർഹംസോളം നമുക്ക് മാക്സിമം വരും. ആ പിന്നെ നമുക്ക് അടുത്ത് പിന്നെ ഉള്ള ചെലവ് നെറ്റ് ബില്ല്. നെറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ബേസിക് പ്ലാൻ ആണ്. 200 ദിർഹംസിന്റെ ബേസിക് പ്ലാൻ ആണ്. അത് ധാരാളമാണ്. ഞങ്ങൾ രണ്ടുപേർക്ക് നല്ല ഓക്കെയാണ്. പക്ഷെ ഞാൻ പറയട്ടെ, 200 ദിർഹംസിന്റെ ഈ പ്ലാന് കുറെ സ്ഥലങ്ങളിൽ റേഞ്ച് ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പൊ അവര് 400 ദിർഹംസിന്റെ പ്ലാനൊക്കെ എടുക്കാറുണ്ട്. അത് ഓരോ സ്ഥലങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഗ്രോസറി ഷോപ്പിംഗ്, ഞങ്ങൾ ഇവിടെ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്നത് ആഴ്ചയിലാണ്. അതായത് ഒരു സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ പോയിട്ട് ആ ഒരാഴ്ചക്കുള്ള സാധനങ്ങൾ മാത്രമാണ് ഞങ്ങൾ വാങ്ങാറ്. അതായത് ആ ഒരാഴ്ചയിൽ ഞങ്ങൾക്ക് വരുന്നത് 60 ദിർഹം, 50, 60, 70 ആ റേഞ്ചിലാണ് ഞങ്ങൾക്ക് വരാറ്. ഒരാഴ്ചയില് ഞങ്ങൾക്ക് ചെലവ് വരാറ്. വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങാറ്. അപ്പൊ നമുക്ക് ഒരു മന്തിൽ എത്രയായിരിക്കും? 280 ആണ് നമുക്ക് ഒരു മന്തിൽ വരുന്നത്. മാക്സിമം 300 ദിർഹംസ്. ഞാൻ മാക്സിമം എടുത്ത് പറയണത് 300 ദിർഹംസ് നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് 1 മന്തിൽ വരുന്നുണ്ട്. പിന്നെ അടുത്ത ചെലവ് എന്ന് പറയുന്നത് നമുക്ക് ട്രാവൽ, നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ട്രാവൽ എക്സ്പെൻസ്. ഇപ്പൊ ഞാൻ പോകുന്നത്, ഞാൻ ഇവിടെ ഒരു കാർ ലിഫ്റ്റ് വഴിയാണ് ഞാൻ പോണേ. അപ്പൊ എനിക്ക് ഇവിടുന്ന് അവിടെ വരെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ മന്തിൽ കൊടുക്കുന്നത് 500 ദിർഹംസ് ആണ്. ആ വണ്ടിക്ക് കൊടുക്കുന്നത് 500 ദിർഹംസ് ആണ്. സിനോന് കമ്പനി വണ്ടിയുള്ള കാരണം പിന്നെ അങ്ങനെ ചെലവ് വരുന്നില്ല. പിന്നെ നമുക്ക് അടുത്ത എന്ന് പറയുന്നത് പേഴ്സണൽ കുറച്ച് ചെലവുകൾ. ഇതിൽ നമുക്കൊരു 300 മാറ്റി വെക്കാം. വേറെ 300 അതെ 300 പറയണത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ കേസ് ഇപ്പൊ മാക്സിമം നമ്മളെല്ലാവരും ഇൻഷുറൻസിൽ കവർ ആവണ കാരണം നമുക്ക് അതങ്ങനെ ഓവറായിട്ടുള്ള ചെലവ് വരാറില്ല. പനി അങ്ങനത്തെ ലൊട്ടിലൊടുക്ക് കേസുകളൊക്കെ നമ്മുടെ ഇൻഷുറൻസിൽ അത് കവർ ആവാറുണ്ട്. വലിയ കാശ് നമുക്ക് വരാറില്ല. ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഒരു മാസം വരുന്ന ചെലവുകൾ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ചെലവുകൾ. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ഒരു മാസം വരുന്നത് എത്രയാ? 3,300 ദിർഹംസോളം. 3,300 ദിർഹംസ്. 3,500 രൂപ എങ്ങനെ പോയാലും നമുക്ക് 3000 നോർമൽ ബേസിക് ചെലവുകൾ വരും. 3,500 ദിർഹംസ് എന്ന് വെക്കാം. അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ചെലവുകൾ. രണ്ടുപേരായിട്ട് നിൽക്കുമ്പോ എങ്ങനെ പോയാലും 3,500 രൂപ മിനിമം മന്ത്ലി നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. ഇങ്ങനെ നിക്കണെങ്കിൽ 1 BHK റൂം സ്പേസ് ആകുമ്പോൾ നമുക്ക് ഇത്ര ചെലവ് വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ജോലി സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് അവര് സ്ഥലം ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല, ഇത്രയും ചെലവുകളില്ല. പിന്നെ ബാച്ചിലർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതിന്റെ പകുതി ചെലവുണ്ടാവുള്ളൂ. നിന്റെ വെറും ആഗ്രഹം മാത്രം അല്ല, അത് ഇതിന് കുറവ് ചെലവുകള് നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കും. അത്യാവശ്യം കാര്യങ്ങൾ നടക്കും. പിന്നെ കുറച്ച് നിങ്ങൾക്ക് സിനിമ വേണമെങ്കിൽ 4 സിനിമ വേണമെങ്കിൽ കൂടുതൽ കാണാനുള്ള കാശ് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ബാച്ചിലർ ആയിട്ട് വന്ന് ജോലി ചെയ്ത് ആഘോഷിച്ച് അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് വേറെ ഐഡിയ പറയാം. ഓക്കെ, കട്ട്. അങ്ങനെ അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് ഒരു മാസം വരുന്ന ചെലവ്. ബാക്കി ഞാൻ കട്ട് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങളുടെ വീഡിയോ അവസാനിക്കുന്നത് സുഹൃത്തുക്കളെ. അതെ, അപ്പൊ നമ്മൾ ഈ മാസം വരുന്ന ചെലവ് നമ്മളിവിടെ ദിർഹംസ് കൺവേർട്ട് ചെയ്ത് INR ആയിട്ട് ഞാൻ ഇതിൽ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. ദുബായിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഓൾവേസ് വെൽക്കം. യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിരിക്കട്ടെ എന്ന് പറയുന്നു. ആയിരിക്കും. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണ്ട. ഞങ്ങൾക്കറിയില്ല. ഇത് ഞങ്ങൾ ഇത്തിരി പ്രൊഫഷണലി ഞങ്ങളൊരു വീഡിയോ ചെയ്തതാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമെങ്കിൽ ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും വരെ ബൈ ബൈ. ഞങ്ങൾ ഈ തല്ലൂട്ടം കേട്ടാലോ പറയോടാ 1 BHK നല്ലതെന്ന് പറയണം. ഓക്കെ.